ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സുപ്രീം കോടതിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം, ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷിതാവ്, ഉന്നത അപ്പീൽ കോടതി, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നെല്ലാം ചോദിച്ചാൽ സുപ്രീം കോടതിയാണ് ഉത്തരം. ഇംഗ്ലീഷാണ് സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ. 1973 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് 1774 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി കൊൽക്കത്തയിൽ സ്ഥാപിതമായത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. സാർ എലീജ ഇംബെ ആയിരുന്നു കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട സുപ്രീം കോടതിയാണ് 1950 സുപ്രീം കോടതിയായിട്ട് മാറിയത്. 1937 മുതൽ 1958 വരെ സുപ്രീം കോടതി പ്രവർത്തിച്ചിരുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പ്രിൻസ് ഓഫ് ചേംബറിൽ ആയിരുന്നു. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ്. ഭാഗം 5 സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി മാസം 28 രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ തലവൻ ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ തിലക് മാർഗാണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110-001 ആയിരുന്നു. മുൻപിത് 110-201 നിലവിൽ 110-001. 1950 സുപ്രീം കോടതി നിലവിൽ വരുമ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണ് 8 പേര്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി നിയമം 2019 പ്രകാരം സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 33. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരും. സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാർക്കുമുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഇന്ത്യയുടെ ഭരണ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഇന്ത്യയുടെ ഭരണ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് അഥവാ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 100 അംഗങ്ങളുടെയും രാജ്യസഭയിൽ 50 അംഗങ്ങളുടെയും പിന്തുണ ഉണ്ടായിരിക്കണം. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം സഭയിൽ ഹാജരായിട്ട് വോട്ട് ചെയ്യുന്നവരിൽ 2/3, 3/2 ഭൂരിപക്ഷമാണ്. 2/3 ഭൂരിപക്ഷം വേണം. ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെയും കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. അങ്ങനെയുമുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെൻറ്റ് നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ജഡ്ജസ് അഥവാ എൻക്വയറി ആക്ട് 1968 ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോക്സഭയിൽ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. രാജ്യസഭയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയമായ ആദ്യ ജഡ്ജിയാണ് ജസ്റ്റിസ് സൗമിത്ര സെൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65. സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ നോക്കാം. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 32. സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജിമാരുടെ ശമ്പളം സംബന്ധിച്ച ആർട്ടിക്കിൾ 125. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 126 അതേപോലെ തന്നെ സുപ്രീം കോടതിയിൽ ക്വാറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 127 വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതിയുടെ സിറ്റിങ്ങിൽ ഉൾപ്പെടുത്തണം സംബന്ധിച്ച ആർട്ടിക്കിൾ 128 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 129 കേന്ദ്ര നിയമങ്ങളുടെ ഭരണഘടനാ സാധ്യത സംബന്ധിച്ച പ്രശ്നങ്ങളിന്മേൽ സുപ്രീം കോടതിക്കുള്ള നിർവഹണാധികാരം പരാമർശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 131 സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ ഉത്തരവുകളോ വിധിന്യായങ്ങളോ പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരമുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 137 രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ സുപ്രീം കോടതി നിയമ ഉപദേശം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 143 ഇന്ത്യൻ ഭൂപ്രദേശത്തിലെയോ സിവിലോ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകരമായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 144 പാർലമെൻറ്റ് നിയമിച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ട് കോടതികളുടെ പ്രവർത്തന രീതികളും നടപടിക്രമങ്ങളും സംബന്ധിച്ച ചട്ടങ്ങൾ സുപ്രീം കോടതി രൂപം കൊടുക്കുക എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 145 അടുത്തതായിട്ട് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ കൂടി നോക്കാം ഭരണഘടനയുടെ 131 അനുച്ഛേദ പ്രകാരം താഴെ പറയുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം പൂർണ്ണമായിട്ടും സുപ്രീം കോടതിക്ക് മാത്രമായിരിക്കും ഇന്ത്യ ഗവൺമെൻറ്റും ഒന്നോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അധികാരം പൂർണ്ണമായിട്ടും സുപ്രീം കോടതിക്ക് മാത്രമായിരിക്കും ഇന്ത്യ ഗവൺമെൻറ്റും ഏതെങ്കിലും സംസ്ഥാനങ്ങളോ ഒരു ഭാഗത്തോ ഒന്നിലതിൽ കൂടുതലോ സംസ്ഥാനങ്ങളോ മറുഭാഗത്തും വരുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ് രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അധികാരം പൂർണ്ണമായിട്ടും സുപ്രീം കോടതിക്ക് മാത്രമായിരിക്കും ചില കേസുകളിൽ ഹൈക്കോടതിയുടെ വിധിന്യായം അന്തിമ ഉത്തരവുകൾ എന്നിവയ്ക്കെതിരെയുള്ള അപ്പീലുകൾ പരിഗണിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം നൽകുന്നുണ്ട് ആർട്ടിക്കിൾ 143 പ്രകാരം രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് നിയമ ഉപദേശങ്ങൾ നൽകുന്നതും സുപ്രീം കോടതിയാണ് പാർലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ട് കോടതികളുടെ പ്രവർത്തന രീതികളും നടപടിക്രമങ്ങളും സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപം കൊടുക്കുകയാണ് ആർട്ടിക്കിൾ 145 ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട കടമകൾ നോക്കാം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച് കേസുകൾ കൈകാര്യം ചെയ്യുക സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കുക ഹൈക്കോടതിയിൽ നിന്നും വരുന്ന കേസുകൾക്ക് അന്തിമ തീരുമാനം എടുക്കുക മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് കേസുകൾക്ക് തീരുമാനം എടുക്കുക ഇതെല്ലാമാണ് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട കടമകൾ സുപ്രീം കോടതി ജഡ്ജിയാകുന്നതിനുള്ള യോഗ്യതകൾ നോക്കാം ഇന്ത്യൻ പൗരനായിരിക്കണം ഹൈക്കോടതി ജഡ്ജിയായിട്ട് കുറഞ്ഞത് 5 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായിട്ട് 10 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ അസാമാന്യ പ്രതിഭയ്ക്കുള്ള ഒരു ന്യായാധിപനായിരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യത ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന സവിശേഷതകൾ ഉണ്ടെന്നും പാർലമെൻറ്റിന് അവയിൽ ഭേദഗതി വരുത്താൻ കഴിയില്ലെന്നും കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 1973 ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിന് ജുഡീഷ്യറി എങ്ങനെ അതിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തുന്നു എന്നതിന് ഉദാഹരണമായിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആണ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ജസ്റ്റിസ് YB ചന്ദ്രചൂഡ്
ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ജസ്റ്റിസ് KN സിംഗ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഗവർണറായിട്ടുള്ള ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് P സദാശിവം. അദ്ദേഹം കേരള ഗവർണറായിരുന്നു. ഇന്ത്യയിൽ പൊതു താൽപ്പര്യ ഹർജി എന്ന ആശയം നടപ്പിലാക്കിയ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് PN ഭഗവതി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് P ഗോവിന്ദമേനോൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരേ ഒരു മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 37ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ടാണ് അദ്ദേഹം ആയത്. ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അഭിഭാഷകൻ ആയിരിക്കെ നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വ്യക്തി N സന്തോഷ് ഹെഗ്ഡെ ആണ്. ഹൈക്കോടതി ഹിമാചൽ പ്രദേശിൽ നിന്നും ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീലാ സേത്താണ് ആദ്യമായിട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്നും ആയ ആദ്യ വനിത. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ വനിതയാണ് സുജാത മനോഹർ. അതേപോലെ തന്നെ ജഡ്ജിമാരുടെ നിയമനത്തിന് ശുപാർശ നൽകുന്നതിനായിട്ട് സഹവർത്തിത്വ അധികാരം അഥവാ കൊളീജിയാലിറ്റി സമ്പ്രദായം സുപ്രീം കോടതി വ്യവസ്ഥ ചെയ്തു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ മലയാളി വനിതയാണ് KK ഉഷ. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റാണ് ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യ വനിതാ അഡ്വക്കേറ്റ് കൊർണോലി സൊറാബ്ജിയാണ്. സുപ്രീം കോടതി അഭിഭാഷക ആയിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര. നമുക്ക് ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കാം. 1927 മുതൽ 2023 വരെയാണ് അവരുടെ ജീവിത കാലഘട്ടം. പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ വെച്ച് ജനിച്ചു. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആകുന്ന ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. അവർ തമിഴ്നാടിൻ്റെ ഗവർണറാണ് ആയത്. വർഷം 1997. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത കൂടിയാണ് അവർ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ. 2023 കേരള പ്രഭ പുരസ്കാരത്തിൻ്റെ ജേതാവ് എന്നെല്ലാം ചോദിച്ചാൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ഉത്തരം. ജസ്റ്റിസ് ഫാത്തിമ ബീവി നീതിയുടെ ധീരസഞ്ചാരം എന്ന കൃതി രചിച്ചത് KT അഷ്റഫാണ്. അടുത്തതായിട്ട് നമുക്ക് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ അഥവാ NJAC എന്താണെന്ന് കൂടി ചെറുതായിട്ടൊന്ന് നോക്കാം. ജഡ്ജിമാരുടെ നിയമനത്തിന് ശുപാർശ നൽകുന്നതിന് അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥിരം സമിതിയാണ് NJAC. 2014 99ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് സമിതി സ്ഥാപിക്കപ്പെട്ടത്. NJAC ഭരണഘടനാ വിരുദ്ധമാണെന്ന് 2015 സുപ്രീം കോടതി വിധിച്ചു. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി സുപ്രീം കോടതി എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ടിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.